ഒരു മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. പക്ഷെ ജഡ്ജസിനൊക്കെ ഇരുത്തുന്നതിന് അവരൊരു മാനദണ്ഡമൊക്കെ വരുത്തണം എന്ന് എനിക്ക് തോന്നാം. കഴിഞ്ഞ വ്ളോഗിൽ രണ്ടാമത്തെ ദിവസത്തെ കലോത്സവ ദിവസത്തിൻ്റെ വിശേഷങ്ങളായിട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീണ്ടും വന്നേക്കാണ് കേട്ടോ. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അല്ല നന്നായി കാണാണ്ട് അപ്പുറത്തെ സൂര്യൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അഭിയാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട കൊണ്ടുവന്നാക്കി തന്നത്. ബസ്സിൽ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് മത്സരിക്കാനുള്ളതല്ലേ, ക്ഷീണാവണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കാറിലാണ് വന്നത്. അപ്പോൾ അനീഷ ഉണ്ടായിരുന്നു, അച്ചുമ്മ ഉണ്ടായിരുന്നു. അച്ചുവിൻ്റെ അമ്മേനെ ഞങ്ങൾ അച്ചുമ്മ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മത്സരങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം അവർക്കൊന്നും ജസ്റ്റ് പാടി നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ശരത് മാഷ് അവിടെ മുന്നേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ പാടി നോക്കി. ഇവർ കുറേ നാളായിട്ട് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് ഒരു കോൺഫിഡൻ്റ് ഉള്ളൊരു സോങ് ആയിരുന്നു അത്. അപ്പോൾ ഇവരിതൊക്കെ അത് പ്രാക്ടീസൊക്കെ ചെയ്ത് പിള്ളേരൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമുണ്ട്. കാരണം UPയുടെ പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് പ്രോഗ്രാമും ഹൈസ്കൂളും UPയും ഉണ്ടെന്നുണ്ടെങ്കിൽ UPയുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷമേ ഹൈസ്കൂളിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് സമയമുണ്ടല്ലോ, നമുക്ക് സമാധാനം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്ര ഹറിബറിയൊക്കെയൊന്നും വന്നിട്ടില്ല. പക്ഷേ സ്കൂളിൽ പോയി മാതാവിനെയൊക്കെ പ്രാർത്ഥിച്ച് സിസ്റ്ററൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ പിള്ളേർ ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അന്നത്തെ ദിവസം തന്നെ മിന്നുവിൻ്റെ സാൻസ്ക്രിറ്റ് ഡ്രാമ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രാമയ്ക്ക് ടൈം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ പാട്ട് കേൾക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവരവിടെ ഇരുത്തിയിട്ട് പിന്നെ ഇവർ ഒരുങ്ങാനുള്ള, കാരണം ഒരു യുണീക്നെസ് ഫീൽ ചെയ്യണമല്ലോ. അപ്പോൾ ഒരുപോലെ മുടി കെട്ടാനൊക്കെ പറഞ്ഞ് പിള്ളേരെ ഇവർക്ക് ഇത്ര വലുതായെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അവർ മെരുക്കെടുക്കാൻ ഇച്ചിരി പാടാ. ആമി, അശ്വതി, ശ്രീവൃന്ദ, അവന്തിക, അതിഥി, നിയ, ഇവരൊക്കെയാണ് കേട്ടോ. പിന്നെ അതിൽ ഒരാൾ മാത്രമാണ് ഒരു 8th പഠിക്കുന്ന ഒരാളുള്ളൂ. ബാക്കി എല്ലാവരും ഒരേ ഏജ് ഗ്രൂപ്പ് ഉള്ളവരാണ്. പിന്നെ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്യാങ് വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ സംസ്കൃതം ഗ്രൂപ്പ് സോങ് വഴി ഫ്രണ്ട്സ് ആയവരാണ് കേട്ടോ. ബാക്കി എല്ലാവരും ഒരേ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ആമി നോർമൽ എയ്ഡഡ് സ്കൂളിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആമി അവിടെ ഒരു പുതിയ ആളായിരുന്നു, വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. അത് ആമി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പണ്ട്. പക്ഷെ ഗ്രാജുവലി അവർ തമ്മിലുള്ള ഒരു ബോണ്ട് കണക്ട് ആയി. ഭയങ്കര രസമാണ് കേട്ടോ. ഇവരെ കൂടെ ഇരിക്കാനും ഇവരെ വർത്താനങ്ങൾ കേൾക്കാനും നല്ല രസമാണ്. Number 8 on the stage. Ni sari ma pa pa ma ni ni pa ma ri sa, ni sari ma pa pa ma ni ni pa ma pa ni sa ri pa ri sa, sa ni ri sa ni pa, sa ni ri sa ni pa ma ni pa pa. Tom tom ta ta ka di ra na. Magawa mali pamalala sari ma pom pom sari pa mari pa mari ma pom pom sari na mari mari pa mari ma sari ri sa mari ri sa pa sari mari pom pom ri pa ri sari 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 da pa sari da pa ma ge ri sari ashudidamma vandi hey വേണ്ട, എനിക്കിഷ്ടല്ലേ ഐസ്ക്രീം. കുറേ നാളുകൾക്ക് ശേഷം ഐസ്ക്രീം കഴിക്കുമ്പോൾ എന്താ തോന്നുന്നേ? ഒരു മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. എന്തുകൊണ്ട്? റിസൾട്ട് പറയാന്നുള്ള ആ ഒരു ടെൻഷനിലാണ് നമ്മൾ. അതെ അതെ പകുതി കഴിഞ്ഞു. ജഡ്ജസുകാരില്ല പിന്നെ പറയണോ? ഇവിടുത്തെ അല്ല, ഞങ്ങളുടെ മൊത്തത്തിലുള്ളത്. ഞാൻ ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കണം, സംസാരിക്കൂ. ഒരു ടെൻഷനിലിരിക്കണേ, അടിപൊളി ടെൻഷനിലിരിക്കണേ. ഇല്ല നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന തന്നെയാണ്. അതാണ് ഒരു സംശയമില്ല.
അല്ലേ? പിന്നെ അങ്ങോട്ട് എന്തൊക്കെയാ നടന്നതെന്നൊരു എത്തും പിടിയില്ല കേട്ടോ. നമ്മൾ അവിടെ ഇരുന്ന മത്സരങ്ങൾ പാട്ടൊക്കെ കേട്ട് കാര്യങ്ങളെല്ലാം നോക്കി ഒരു നിഗമനത്തിൽ നമ്മൾ എത്തുമല്ലോ. പക്ഷെ അതൊന്നും ആയിരുന്നില്ല അവിടെ ഉണ്ടായത്. അങ്ങനെ പിന്നെ റിസൾട്ട് കേട്ടതോടുകൂടെ മൊത്തത്തിൽ മൂഡ് അങ്ങോട്ട് ചേഞ്ച് ആയി. എന്താ അവിടെ സംഭവിച്ചെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു അവസ്ഥയിൽ എനിക്കതൊന്നും ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മിന്നുവിൻ്റെ ഡ്രാമ നടക്കുന്ന പ്ലേസിലോട്ട് എത്തിയിട്ടോ. ഓരോ സ്റ്റേജിലാണല്ലോ മാറി മാറി പല സ്ഥലങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ പിന്നെ നമുക്ക് കുഞ്ഞതായിട്ട് മിന്നുവിൻ്റെ ഡ്രാമയുടെ ചില പോർഷൻസ് കണ്ടാലോ. രുദ്രസ്യ സദാചിദപാദഃ शिवमस्तु सर्वजगतां परमिहद निरतां भवन्तु दोषाप्रयान्नाशं सर्वत्र सुखी भवतु लोकः. शांति शांति शांति. രാമയ്ക്ക് മിന്നുവിൻ്റെ ഒക്കെ ടീമിനായിരുന്നു കേട്ടോ ഫസ്റ്റ്. ഇവർ പ്രോപ്പർട്ടീസൊക്കെ ചേഞ്ച് ചെയ്യുന്നതാണെന്ന് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ കരച്ചിലായി കേട്ടോ. സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമ്മൾ കരയില്ലോ. നല്ല രീതിയിൽ തയ്യാറാക്കിയ പ്രഭ സൗണ്ടിനും മറ്റ് സഹകരിച്ച എല്ലാവർക്കും സംസ്കൃതോത്സവ കമ്മിറ്റിയുടെ പേരിലുള്ള കൃതജ്ഞത ഇവിടെ പറയുന്നു. സന്തോഷം. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ടൗൺ ഹാളിലേക്കാണ് കേട്ടോ വന്നത്. മീഡിയേൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് ട്രോഫിയും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് പോകാനുള്ളത്. മോഡൽ ബോയ്സിൽ ഇരിഞ്ഞാലക്കുടയിലാണ് മത്സരം നടക്കുന്നത്. മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ. അപ്പോൾ ഇവിടെ ടൗൺ ഹാളിലായിരുന്നു ഒരു മെയിൻ വേദി വരുന്നത്. സംഘനൃത്തവും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇപ്പോൾ ഓരോ പ്രോഗ്രാംസിൻ്റെ വിജയികൾ ഇവിടെ വന്നിട്ട് ഫോട്ടോസും ആദിവാസി ഗോത്രകലകളുടെ സെക്ഷനിൽ പെടുന്ന മംഗലം കളിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ വിജയികളാണ്. HS ആണോ HSS ആണോ എന്ന് എനിക്ക് അറിയില്ല. മംഗലകളി
അങ്ങനെ ഡ്രാമയിലത്തെ മേക്കപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് പെട്ടെന്ന് തന്നെയാണ് കേട്ടോ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് എത്തിയത്. പിന്നെ അവിടെ റീൽ എടുക്കാനുള്ള സമയമൊക്കെ നമുക്ക് അവർ തരും. അപ്പം അങ്ങനെ അവർ 1-2 റീലൊക്കെ എടുക്കണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ അടുത്ത് കയറി നിൽക്കാൻ പറഞ്ഞിട്ട് കുഞ്ഞെന്തോ കയറിയില്ല കേട്ടോ. വലിയ ചേച്ചിമാരല്ലേ എന്ന് കരുതിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടോ, കുഞ്ഞിനെ എല്ലാവരും നിർബന്ധിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റീലൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ട്രോഫി മേടിക്കുന്നതിൻ്റെ അവിടെ പോയിട്ടോ. അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നത്. മോഡൽ ബോയ്സിലായിരുന്നു ട്രോഫികൾ ഉണ്ടായിരുന്നത്. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് തന്നെ അവിടെ നിന്ന് ഒരു ട്രോഫി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. തലേ ദിവസം ഭയങ്കര സന്തോഷത്തിൽ വീട്ടിലേക്ക് എത്തിയെങ്കിൽ ആ ദിവസം ഭയങ്കര സങ്കടത്തിൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ ഫുഡൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങൾ ഒരു 7:30 ആയിട്ടുണ്ട് വീട്ടിലെത്തുമ്പോൾ. പബിച്ചേട്ടനാണെങ്കിൽ അത് തറവാട്ടമ്പലത്തിൽ 38 വെള്ളി പൂജയുടെ ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കലോത്സവമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു വന്നു. അയ്യോ എന്നിട്ടവിടെ പെയിൻ്റ് അടിക്കുന്നല്ലേ ഇതുവരെ പണിക്കാർ നിർത്തിയിട്ട് അല്ല പെയിന്റ് ചേട്ടൻ അങ്ങനത്തെ ആൾക്കാർ ചെയ്യണത് വർക്ക്. അപ്പൊ ഇന്ന് കലോത്സവം കഴിഞ്ഞോട്ടാ. പക്ഷെ കലോത്സവത്തിൽ ഇപ്പൊ പ്രാവശ്യം ഭയങ്കര പ്രശ്നമാണ്. ഈസ്റ്റ് തൊട്ട് തുടങ്ങിയത് അവരുടെ സ്കൂളിനെ തഴയുന്ന ഒരു പ്രശ്നം. ഒരു ഗ്രൂപ്പ് ഡാൻസിന്റെ ഇതിൽ പിള്ളേര് പ്രതികരിച്ചു എന്നുള്ളതിന്റെ കാരണം. ഇന്ന് തന്നെ ഗ്രൂപ്പ് സോങ്ങിന് പിള്ളേര് അസലായിട്ട് പാടി. 7ന്റെ പാട്ടിൽ അത്യാവശ്യം പിച്ച് ഔട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ കാണാതിരുന്ന എല്ലാവരും മത്സരിക്കാനുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് ടീമുകൾ വരെ വന്ന് നന്നായി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് കിട്ടിയില്ല. ഓക്കെ, മാർക്ക് ഡിഫറൻസ് 10 മാർക്കിന്റെ ഡിഫറൻസ് അവർ ഇട്ടേക്കുന്നത്. എനിക്ക് തേങ്ങിക്കാന്ന് മനസ്സിലായി. എൻ്റെ പാട്ട് ഇടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇടാം. ഗർണോട് ഇടാൻ പറ്റുമെന്ന്. അതിലൊരു പിച്ച് ഔട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ എന്ത് തേങ്ങയ്ക്ക് അവർ അങ്ങനെ ചെയ്യുന്നേന്നില്ല. പിള്ളേരുടെ ഒരു എഫേർട്ടിനൊന്നും കഴിവുള്ള പിള്ളേർ കയറി വരണം എന്നല്ല അവരുടെ ചിന്ത. ആരെങ്കിലുമൊക്കെ പൈസ കിട്ടിയിട്ട് ആരെങ്കിലും കയറിപ്പോയാൽ മതി എന്നുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ജില്ലേനെ ഇപ്പോൾ സ്വർണ്ണ കപ്പ് കഴിഞ്ഞ തവണ കിട്ടി. ഇവരുടെ സ്കൂളിൽ നിന്ന് ഇഷ്ടംപോലെ മത്സരങ്ങൾ പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. സ്വർണ്ണ കപ്പ് കിട്ടിയത് എന്തുകൊണ്ടാണ്? നല്ല ടീമിലത്തെ നല്ല പിള്ളേർ പെർഫോം ചെയ്യാൻ ലാസ്റ്റ് സ്റ്റേജിൽ പോയാലല്ലേ, എ ഗ്രേഡ് കിട്ടിയാലല്ലേ നമുക്ക് പോയിന്റ്സ് കിട്ടുള്ളൂ. ഇത് എന്തുട്ടുണ്ടാവണേന്ന് അറിയില്ല. ഭയങ്കര തകർച്ച. നമുക്ക് അത്രയും എല്ലാ പിള്ളേരും എഫേർട്ട് എടുത്തിട്ട് വരുന്നതൊക്കെ സമ്മതിക്കാം. പക്ഷെ ഉണ്ടല്ലോ ആ തഴയപ്പെടാന്ന് പറയുന്ന ഒരു അവസ്ഥ ഇപ്രാവശ്യം ഫീൽ ചെയ്തു. മറ്റേതൊക്കെ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് അറിയുള്ളൂ. ഇന്നലെ തന്നെ പളി നൃത്തത്തില് ഇവരെ മാഷിന് എവിടുന്നോ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്നാ പറയണേ. ഇന്ന ടീമിനെ കിട്ടാൻ പോകണ ജഡ്ജസ് ചെസ് നമ്പർ പിടിച്ചു വെച്ചിട്ട് ഇരിക്കണേന്നൊക്കെ. അപ്പൊ നമ്മളത് പറഞ്ഞു കേൾക്കുമ്പോഴും നമുക്ക് പേടിച്ചിട്ട് ആള് മീഡിയനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആളവിടെ ഒരു സംഘർഷാവസ്ഥ ശരിക്കും ക്രിയേറ്റ് ചെയ്തു കേട്ടാ. ഇവിടെ നടന്നു കഴിഞ്ഞാൽ അലമ്പുണ്ടാവും എന്നുള്ളൊരു രീതിയിലായിരുന്നു ആള് മൊത്തം അവിടെ അലമ്പാണ്. വെച്ചാൽ ആള് അലമ്പുണ്ടാക്കാന്ന് പറയുമ്പോൾ അങ്ങനെ ഓവറായിട്ടല്ല പറയുന്നത്. ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാവും എന്നുള്ളൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ കാലത്തോട്ടുള്ളതൊക്കെ കറക്റ്റ് ജഡ്ജ്മെന്റ് ആയിരുന്നു. ഇവരുടെ പളി നൃത്തം കയറുമ്പോൾ ഒരു ടീമിന് മാത്രം മാവിന്റെ അല്ല, ബാക്കി എല്ലാവർക്കും തൂവല്. എന്നിട്ട് അവിടെ മുന്നേ അവിടെ പറഞ്ഞു അലമ്പ് ഉണ്ടാവും, കറക്റ്റ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ അലമ്പ് ഉണ്ടാവും എന്നുള്ളൊരു സംഭവം അവിടെ പറഞ്ഞു. അതുകൊണ്ട് ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നു. അതിപ്പോ നമ്മുടെ പിള്ളേർ ആകെ പളി നിർത്തിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുന്നത്തെ മത്സരങ്ങളും കൂടിയിട്ടാണ് ഞാൻ പറയണേ. അല്ലെങ്കിൽ പറയുന്നത് നമ്മുടെ സ്കൂളിനെ മാത്രം അങ്ങനെയല്ല പറയുന്നത്. മലപുലിയാട്ടം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലും ഏതാണോ ടീം നന്നായി പെർഫോം ചെയ്ത് അവർക്ക് എന്നെ കൊടുത്തേക്കണം. ഞങ്ങൾ ഫുള്ള് ഇരുന്ന് കണ്ടു. ഈ ഒരു അവസ്ഥയാ, പിള്ളേരൊക്കെ തളരുന്ന ഒരവസ്ഥയാ. എന്താണ് അങ്ങനെ തഴയപ്പെടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കണം നമുക്കുണ്ട്. പക്ഷെ അവിടെ പ്രതികരിക്കാൻ പാടില്ല. സ്കൂളിന്റെ ഒരു ഇതാവും ക്രെഡിബിലിറ്റി നമ്മൾ ആ ചെയ്യാൻ പാടില്ലല്ലോ ജഡ്ജസ് എന്ന് പറയുമ്പോൾ. പക്ഷെ ആ ജഡ്ജസിനൊക്കെ ഇരുത്തുന്നതിന് അവരൊരു മാനദണ്ഡമൊക്കെ വരുത്തണം എന്ന് എനിക്ക് തോന്നാം. പൈസ മേടിച്ചിട്ടൊക്കെ ചെയ്യാന്ന് പറയണത് എന്തൊരു പിള്ളേരെ മത്സരം, എന്താ വലിയ ആൾക്കാരെ മത്സരം ഒന്നുമല്ലല്ലോ. പിള്ളേർ അത്യാവശ്യം ഇവരെ സംബന്ധിച്ച് ജൂൺ തൊട്ട് ഇവർ പ്രാക്ടീസ് തുടങ്ങിയതാ. എത്ര ക്ലാസ്സുകൾ കളഞ്ഞോ. അതൊക്കെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് അതിനൊന്നും അവരുടെ എഫേർട്ടിനൊരു വിലയില്ല. പിള്ളേരൊക്കെ കരയുമ്പോഴേ അവരെ ആശ്വസിപ്പിക്കാൻ എന്തെങ്കിലും കാരണം വേണ്ടേ. ഫസ്റ്റ് കിട്ടിയില്ല, ഓക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു, ഫസ്റ്റ് കിട്ടിയില്ല. ആ മാർക്ക് ഡിഫറൻസ് 10 അത് നമുക്ക് അവിടെ ജഡ്ജസിന് ഇരുത്തി ചോദിക്കണമെന്നുണ്ട്. നിങ്ങൾ ഈ പാട്ടിൽ എന്ത് കുറവ് കണ്ടിട്ടാണ് 10 മാർക്ക് കുറവ് ഇട്ടേന്നുള്ളത്. പക്ഷെ എന്താ ചെയ്യാ, നമ്മുടെ നാട്ടിന്റെ ഒരു അവസ്ഥ എന്തറിയോ, പിള്ളേരൊക്കെ എന്തെങ്കിലും ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെതിരെ കേസും കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം. നോർമലൈസ് ചെയ്തിട്ട് എല്ലാവരും സമാധാനമായിട്ട് പോകുമ്പോൾ അതും ഒരു അന്വേഷണം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എത്ര കാലം നമ്മൾ മടുക്കും ശരിക്കും പറഞ്ഞാൽ. ഇനിയൊന്നും പോകണ്ടെന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ഡൗണാ. പിള്ളേരെന്നല്ല ഇതിന്റെ പിന്നാർക്ക നമുക്കൊക്കെ തന്നെയാണ്. അയ്യോ അതെനിക്ക് പറയണമെന്ന് തോന്നി.
പറയാണ്ട് ഇതാ ഒരു പ്രത്യേക അവസ്ഥ. ഞാൻ എത്രയോ നമ്മുടെ വ്ളോഗ് ചെയ്തു. അത് കഴിഞ്ഞ് മിന്നുവിന്റെ ഡ്രാമ ഉണ്ടായിരുന്നു. അതും ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാവുന്ന വിചാരിച്ചേ. അവർ HSS അങ്ങനെ തന്നെ നടന്നു. 20 മാർക്കൊക്കെ ഡിഫറൻസ് ഇട്ടേക്കുന്നത്. അതിനൊരു കാരണം, ശരിക്കും അതിനൊരു കാരണം കൂടി അവരവിടെ മെൻഷൻ ചെയ്യണം. എന്തുകൊണ്ട് കിട്ടിയില്ല, എന്തുകൊണ്ട് സെക്കൻഡ് വന്ന ടീമിന് സെക്കൻഡ് കൊടുത്തു എന്നുള്ളതും കൂടി അവിടെ പറയണം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിപ്പോൾ സമയം 9:51 ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. ഒന്നും കഴിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം. ഉച്ചയ്ക്ക് അവിടെ കൂപ്പണൊക്കെ ഉണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റിയില്ല, കഴിക്കാൻ തോന്നിയില്ല, നമുക്ക് കഴിച്ചില്ല. അയ്യോ കഴിഞ്ഞു. ഇനിയിപ്പോൾ പള്ളിയെ മാത്രം, ഇവിടെ തൃശ്ശൂരാണ് മത്സരം. അപ്പോൾ പള്ളിയേക്ക് മാത്രം തൃശ്ശൂർ ഞങ്ങൾക്ക് മത്സരിക്കാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ മാഷ് കാരനാന്ന് ഞാൻ പറയുള്ളൂ. മാഷ് ഇന്നലെ അത് അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തോന്നി, അയ്യോ നമുക്ക് നമ്മുടെ ഇതിനെ ബാധിക്കുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആളാ ചെയ്തതായിരുന്നു ശരി. നമ്മൾ പ്രതികരിക്കണം. പ്രതികരിക്കാണ്ടിരിക്കുമ്പോൾ പ്രശ്നമാണ്. പ്രതികരിക്കാണ്ടിരിക്കുമ്പോൾ ജഡ്ജസ് വിചാരിക്കണം ആരും വലിയ ഇതുള്ള പ്രശ്നമുള്ളവരല്ല, അങ്ങോട്ട് അവർ പൈസ മേടിച്ച ടീമിന് കൊടുക്കാം എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. എന്തൊക്കെയാ അബ്ചേട്ടൻ എന്താ അഭിപ്രായം? അബ്ചേട്ടാ ഇന്നലത്തെ കണ്ടില്ലേ? ഒരാള് ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ഒന്നുമേ പറയാനില്ല. വല്ലതും പറയണ്ട അമ്മയെ. ഒന്നും പറയില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകട്ടോ. ഭക്ഷണം ഒന്ന് റൗണ്ട് അടിച്ചിട്ട് എവിടെന്നെങ്കിലും, വിശപ്പൊന്നല്ല, എന്തെങ്കിലും കഴിക്കണ്ടേ, ആദ്യം വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സെൻറ്റ് തോമസ് റോട്ടിലുള്ള അലങ്കാറിൻ്റെ പുതിയ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയത്. ഇതുവരെയായിട്ട് ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ആംബിയൻസാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കയറിയത്. അവിടുത്തെ നൂൽ പൊറോട്ടയും കറികളൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾ അവിടെ നിന്ന് മേടിക്കാറുണ്ട്. അങ്ങനെ പിന്നെ ലേറ്റായിട്ട് തന്നെ ലേറ്റായിട്ട് ഒരു പൊറോട്ട എന്നൊക്കെ പറഞ്ഞ് കൂടി പോവും. ഞങ്ങൾ ആകെ 3 പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്യാവശ്യം ഹെവി ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാനൊരു പാരൻ്റ് എന്നുള്ള നിലയിൽ ഞാൻ അവിടെ കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ അന്നവിടെ പറഞ്ഞെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.